രാം നാരായൺ റാം. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബം ഒരു വ്യാപാര കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ, ചേട്ടന്മാർ സ്വാതന്ത്ര്യ സമരസേനാനികൾ ആയിരുന്നു. എൻ്റെ അച്ഛൻ സ്വരൂപാനന്ദൻ ഗുരുവിനെയാണ് പിന്തുടർന്നിരുന്നത്. ദിവസവും നിരവധി പേർ സ്വരൂപാനന്ദൻജിയുടെ ശിഷ്യന്മാരാകാറുണ്ടായിരുന്നു. ഇത് ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഞാൻ വളർന്നപ്പോൾ അച്ഛനൊപ്പം ബിസിനസ് നോക്കാൻ ഒരുങ്ങിയിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ ബലാത്സംഗമായി ദീക്ഷയിൽ പ്രവേശിപ്പിച്ചു. ഒരു ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവിൻ്റെ സംസ്കാരം ശരിയാണെങ്കിലും അത് മാത്രം പിന്തുടരുന്നത് പോരാ. ചില അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടാകണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഗുരു പറയുന്നത് എല്ലാം ശരിയാണ്. എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് നിർബന്ധമല്ല. ഇതിൻ്റെ ഫലമായി ഞങ്ങൾ തമ്മിൽ വാദമുണ്ടായി. ആ വാദത്തിനിടയിൽ ഞാൻ അപ്രത്യക്ഷമായി പറഞ്ഞു, നിങ്ങൾ മരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ മുക്തിയിലേക്ക് നയിക്കും. 2003-ൽ അച്ഛൻ അന്തരിച്ച ശേഷം 3 മാസം കഴിഞ്ഞ് ഞാൻ ഒരു ഓഫീസിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ കാല് പിടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. നിങ്ങൾ ആരാണ് എന്ന് ഞാൻ ചോദിച്ചതിന് അച്ഛൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഞാൻ അവരെ ആലിംഗനം ചെയ്തു, അവരുടെ മുമ്പിൽ ശിരസ് വണങ്ങി. അപ്പോൾ തന്നെ അവർ അപ്രത്യക്ഷനായി. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു. മരിച്ചവൻ തിരിച്ച് വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അച്ഛൻ തിരികെ വന്നു. ഞാൻ ഇത് കള്ളം പറയുന്നില്ല. ഞാൻ പ്രകൃതിയുടെ ദാസൻ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. എൻ്റെ മഹാഗുരു ബാലക ബ്രഹ്മചാരിജി വളരെ ശക്തിയുള്ളവരാണ്. അവരുടെ അനുഗ്രഹത്താലാണ് അച്ഛനോട് വീണ്ടും കൂടിക്കാഴ്ച നടത്താനായത്. ഭൂമിയിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മാത്രം മോക്ഷം ലഭിക്കും. അതിനാൽ എല്ലാ മനുഷ്യരും നല്ല കാര്യങ്ങൾ ചെയ്യണം. സമൂഹത്തിനും പ്രകൃതിക്കും ഗുണകരമായ ജീവിതം നയിക്കണം. ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. മനുഷ്യരുടെ ഒരേയൊരു മതം, ഒരേയൊരു ഭാഷ, ഒരേയൊരു മാതാപിതാക്കൾ. നാം എല്ലാവരും ഒറ്റയടിയാണ്. ഓരോ മനുഷ്യനും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം പുലർത്തണം. മറ്റുള്ളവരോട് അസൂയ പുലർത്തരുത്. ലോകത്തെ സിമ്പിളായി സമത്വത്തോടെ ജീവിക്കണം. അതിലൂടെ മോക്ഷം പ്രാപിക്കാനുള്ള വഴി ലഭിക്കും. മോക്ഷത്തിൻ്റെ വാതിൽ ജന്മം മുതൽ അടച്ചിരിക്കുന്നു. അതിനെ തുറക്കേണ്ടത് നമുക്കു തന്നെ ആണ്. നല്ല പ്രവൃത്തികളിലൂടെ, ധ്യാനം കൊണ്ടു, വിവേകത്തോടെ. ഭൂമിയിൽ അഭാവം ഒന്നുമില്ല. എന്നാൽ അതിനുമപ്പുറം മനുഷ്യർ സ്വന്തം ഇഷ്ടാനുസരണം എന്തുകൊണ്ട് പെരുമാറുന്നു? കാരണം ഭൂമിയെ സ്വന്തമാക്കാനുള്ള അവകാശം മനുഷ്യർ കൈവശമാക്കിയിരിക്കുന്നു. ഭൂമിയിൽ മാനവനിർമ്മിത വിദ്യാഭ്യാസവും മാനവനിർമ്മിത രാഷ്ട്രീയവും മാനവനിർമ്മിത ഭരണഘടനയും മാത്രമേ ഉള്ളൂ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ഇല്ല. പ്രകൃതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇല്ല. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഭരണഘടന ഇല്ല. അതിനാൽ ഇതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കണം, ആത്മബോധം നേടണം. നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതൻ നാം തന്നെയാണ്. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കണം. ഭൂമിയിലെ എല്ലാ മനുഷ്യരും പരസ്പരം നല്ലത് ആഗ്രഹിക്കണം. സ്വന്തം പ്രയോജനങ്ങൾ മാത്രം ആലോചിച്ച് ജീവിക്കരുത്. ഭക്ഷണം, വസ്ത്രം, ആശ്വാസം ഇതെല്ലാം മാത്രം ഉദ്ദേശിച്ചല്ല ജീവിതം. ഒരു കുട്ടി വിശന്നിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എങ്കിലും തുണയ്ക്കാൻ ശ്രമിക്കണം. ദേശത്തെക്കുറിച്ച് മോദി സർക്കാരിൻ്റെ പദ്ധതികൾ, എല്ലാവർക്കും ഭക്ഷണം, വീട് നൽകാനുള്ള ശ്രമം വളരെ പ്രശംസനീയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവകാശങ്ങൾ ലഭിക്കും. സർക്കാർ ഓരോരുത്തരുടെയും ആവശ്യം കേൾക്കണം. അതുപോലെ ജനങ്ങൾക്ക് പ്രകൃതിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകണം.
രാം നാരായൺ രാം ജപിക്കേണ്ടത് എല്ലാ മനുഷ്യരും തുടരണം. അതിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കും, ജീവിതം സമാധാനപരമായി കഴിച്ചുകൂട്ടാൻ കഴിയും. രാം നാരായൺ രാം ജപനം നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കും.